35-ാം ദിവസം. വിതക്കാരൻ, വിത്ത്, മണ്ണ്. താൻ തുടങ്ങിയിരിക്കുന്ന ദൈവരാജ്യ പ്രസ്ഥാനത്തെ ചെറിയ വസ്തുക്കളോട് ഉപമിക്കുവാനാണ് യേശു ഇഷ്ടപ്പെട്ടത്. ഉപ്പ്, വിളക്ക്, കടുക് വിത്ത്, പുളിമാവ്. ശിഷ്യരായിരിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തത് സാധാരണക്കാരെയാണ്. മത്സ്യത്തൊഴിലാളികൾ, ചുങ്കക്കാർ. ചെറിയ ആട്ടിൻകൂട്ടം എന്നാണ് യേശു തൻ്റെ ശിഷ്യരെ വിശേഷിപ്പിച്ചത്. ആ പ്രസ്ഥാനത്തിൻ്റെ രീതിയെ വ്യക്തമാക്കുന്നതാണ് ഉപമകൾ. ഉപ്പും പുളിമാവും അലിഞ്ഞില്ലാതാകണം. വിത്ത് അഴിഞ്ഞ് ഇല്ലാതാകണം. വിളക്ക് എരിഞ്ഞു വേണം വെളിച്ചം കൊടുക്കുവാൻ. യേശു സ്വന്തം ജീവിതത്തെ ഉപമിക്കുന്നതിനോടും വിത്തിനോടാണ്. ആരെയും കീഴടക്കാനല്ല, ആരോടും മത്സരിക്കാനല്ല, ലോകത്തിൽ ദൈവ അവബോധത്തിൻ്റെയും സത്യത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ദീപങ്ങളാകാനാണ് അവിടുന്ന് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുടുംബത്തിൽ, നാട്ടിൽ, രാജ്യത്തിൽ വിളക്കാകുക, ഉപ്പാകുക, പുളിമാവാകുക. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വഴി യേശു കാണിച്ചു തന്നു എന്ന് ജീവിച്ച് സാക്ഷ്യപ്പെടുത്തുക. പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കുവാനും അടുത്ത് അനുഗമിക്കുവാനും എനിക്ക് കൃപ തരിക. ആമേൻ.